തഞ്ചാവൂർ യാത്രയുടെ 3-ാം ദിവസമാണിത്. ആക്ച്വലി തഞ്ചാവൂർ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തൃച്ചിക്കുള്ള യാത്രയിലാണ്. ഇപ്പം തൃച്ചിയിൽ ഞങ്ങൾക്ക് സേലത്തേക്ക് പോകണം, സേലത്തു നിന്ന് ഈറോഡ്, ഇതാണ് ഞങ്ങളുടെ പ്ലാന്. അങ്ങനെ ഞങ്ങൾ തൃച്ചി എത്തി. ആക്ച്വലി തൃച്ചിയിലെ ബസ് സ്റ്റാൻഡ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയിട്ടാ. എൻ്റെ അമ്മ, അടിപൊളി ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ ഇങ്ങനെ നിരന്ന് കിടക്കുക. അതും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് പുതിയ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നല്ല ഭംഗിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് സാധനം. ഇനി അണ്ണന്മാരെല്ലാം കൂടെ നശിപ്പിക്കാമെന്ന് അറിയത്തില്ല. എന്തായാലും സൂപ്പറാണ് ഈ ബസ് സ്റ്റാൻഡ്. അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളി. അപ്പോൾ നമുക്ക് ഭാഷാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനൊക്കെ സുഖം. അവിടെ ഇംഗ്ലീഷിൽ ബോർഡ് ഉണ്ട് എന്നുള്ളതാണ് രസം. പക്ഷേ നമ്മൾ ഈറോഡ് ബസ് സ്റ്റാൻഡിലൊക്കെ, ഈറോഡ് സേലത്തൊന്നും പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ബോർഡേ കാണത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തൃച്ചിയിൽ നിന്ന് സേലത്തേക്കുള്ള ബസ് കയറി. പിന്നെ അവിടെ വേറൊരു രസം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ പ്രീമിയം ബസ്സുകളും പിന്നെ ലോങ് റൂട്ട് ബസ്സുകൾ ഒഴിച്ചിട്ടുള്ള ബസ്സുകളിലൊക്കെ ലേഡീസിന് ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ ലോക്കലി അവിടെ ഓടിയേക്കുന്ന ബസ്സുകളിലൊന്നും ലേഡീസിന് ടിക്കറ്റ് വേണ്ടി ഉണ്ടായിരുന്നില്ല. നമ്മൾ തൃച്ചിയിൽ നിന്ന് നേരെ സേലത്തേക്കുള്ള യാത്രയിലാണ്. അഞ്ച് മണിക്കൂർ യാത്രക്കൊടുവിൽ ഞങ്ങൾ സേലത്തെത്തി. സേലത്തിൽ ഞങ്ങൾക്ക് ഇനി ഒരു ഫംഗ്ഷന് പോകാനുണ്ട്. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട്, അതായത് ഞാൻ പഠിച്ചത് ഈറോഡാണ്. ഈറോഡ് സേലമൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാലത്ത് തന്നെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന സ്ഥലം. അപ്പം അവിടെ അടുത്ത് ഒരു അമ്പലമുണ്ട്, 1000 ശിവലിംഗ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. 1008 ശിവലിംഗ ക്ഷേത്രം ഉണ്ട്. പിന്നെ കോമഡി നമ്മൾ പറയുമ്പോൾ 1000 ശിവലിംഗ ക്ഷേത്രം എന്നാണ് പറയുക. ഇതിനെപ്പറ്റി ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കഥകളൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണണമെന്നൊരു ആഗ്രഹം ഇങ്ങനെ ദൃശ്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്നാൽ ഏതായാലും നമ്മളിവിടെ വരികയല്ലേ, അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. കോളേജിൽ പഠിച്ച കാലത്ത് ഞാൻ പല തവണ ഇവിടെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഒരു ആംബിയൻസ് അടിപൊളി കേട്ടോ. ഒരു ഒഴിഞ്ഞൊരു മല നിറച്ചും ശിവലിംഗങ്ങളും നടുക്കൊരു അമ്പലവും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇത് നമ്മൾ ഈറോഡ് സേലം റൂട്ടിലുള്ള വിനായക മിഷൻ കോളേജില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ. അങ്ങനെ 1000 ശിവലിംഗ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനി വട്ടമലയ്ക്ക് പോവാം. വട്ടമല കുമരപാളയം ഒക്കെ ഞാൻ പഠിച്ച സ്ഥലം. എൻ്റെ കോളേജിൽ നിൽക്കുന്ന സ്ഥലം വട്ടമലയായിരുന്നു. അപ്പം വട്ടമലയ്ക്ക് ഇവിടുന്ന് ബസ് ഇട്ട് പോകുന്ന ശങ്കഗിരി കയറുക, അവിടെ നേരെ വട്ടമല പിടിക്കുക. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.